നമുക്കൊരു പ്രാർത്ഥന വഴി തുടങ്ങാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഈ ഡബിൾ വരുന്ന മ്യൂട്ട് ചെയ്യാത്തോണ്ടാണ്. നമുക്കൊരു എഴുന്നേറ്റുന്ന ഒരു പ്രാർത്ഥന. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദ നാരദോ നഗ്നജിത്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് അതാണ് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയിരുന്നു. അതില്ലാത്തവരാരെങ്കിലും ഒക്കെ ഇതിനകത്ത് കാണുന്നതായിരിക്കുന്നു. അന്ന് ക്ലാസ് തുടങ്ങിയില്ല. ഇത് ശരിക്കും ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ സിലബസ് കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് കൊടുത്തു. അത് കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഇട്ടാൽ മതി. ഇപ്പം എടുത്തവര് കോപ്പി അയച്ചു തരുമോ? കാരണം ഇന്നൊന്നും കൂടെ അത് മുഴുവൻ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ കുറേ സമയം എടുക്കും. വളരെ കുറച്ച് സമയം വേസ്റ്റ് ആവും. അതുകൊണ്ട് ആർക്കെങ്കിലും സിലബസ് കിട്ടാത്തവരുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവരം നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും അത് ഗ്രൂപ്പിലിടും. അപ്പം അത് ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിൽ നിന്ന് പറഞ്ഞോ? ഒരു പ്രതീക്ഷയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല സർ. ഞാൻ കുറച്ചേരം ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം പുറത്തു കൊണ്ടുവന്നു. അത് തന്നെ. അപ്പൊ ഗ്രൂപ്പിൽ നിട്ടാൽ മതി. അപ്പൊ ഗ്രൂപ്പിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്ന ആരെങ്കിലും ഞാൻ കയറിയിരുന്നു. ഞാനൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നു? പ്രതീക്ഷിച്ച ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അവർ ഗ്രൂപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല അയച്ചിരുന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും അത് പിന്നെ ആ സിലബസ് നിങ്ങൾ എഴുതിയെടുത്ത സിലബസ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയായാലും അതായാലും മതി. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് മുതൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ തവണ സിലബസ് തന്നേ ഉള്ളൂ. നമ്മൾ അതൊരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ സിലബസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ ആസ് പെർ സിലബസ് നമ്മൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ചില ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് ഒന്നുകൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്ന്, നിവർത്തി ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യും. കാരണം ഓരോ ക്ലാസ് വീണ്ടും നമുക്ക് എടുക്കാൻ ഒക്കില്ല. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമാവും. ഒരു കണ്ടിന്യൂറ്റി ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അത് മാത്രമല്ല, അതിൻ്റെ വീഡിയോ എടുത്ത് കാണുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അതേ എഫക്റ്റ് കിട്ടില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. പക്ഷെ ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് മ്യൂട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സിന് ഇടയ്ക്ക് തന്നെ എന്ത് സംശയം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംശയങ്ങൾ മറ്റേ വീഡിയോയിലാകുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ക്ലാസ് അതുപോലെ എൻഡ് ഓഫ് ദി ക്ലാസ്, ഈ ക്ലാസ് തീരുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ, അത് ജനറൽ സംശയമാകാം. ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ജനറലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ട് സംശയം ഉണ്ടെങ്കിൽ അതും
ക്ലാസ് എൻ്റെ അവസാനം ചോദിക്കാം. ഇടയ്ക്ക് വെച്ച് ചോദിക്കുന്നത് ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് തന്നെ കൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. പക്ഷെ ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലാസ്സിന് എൻഡ് ഓഫ് ദി ക്ലാസ് ഇത് ചോദിക്കാം. അതാണ് ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കഴിയുന്നത് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹയർ ഒരു സോഴ്സ്, അതായത് നമുക്കെല്ലാം ഒരു ശക്തി, ഒരു അതുമായിട്ടുള്ള കണക്ഷൻ. കാരണം ഇതുപോലുള്ള ഭാരതീയ പാരമ്പര്യ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിലും അത് ഉൾക്കൊള്ളണമെങ്കിലും ആ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വെറുതെ പഠിച്ച് മനസ്സിരുന്നുകൊണ്ട് കാര്യമില്ല, പ്രയോഗിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കൂടുതൽ മനസ്സിൽ ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് പ്രയോഗിക്കാനും പ്രാക്ടിക്കലായിട്ട് ഇത് അപ്ലൈ ചെയ്യാനും ഒക്കെ നമുക്ക് കൂടുതൽ സഹായമാണ് ഹയർ സോഴ്സുമായിട്ടുള്ളൊരു കണക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഹയർ സോഴ്സ് ഉണ്ടെന്നും ആ ഹയർ സോഴ്സുമായിട്ട് നമുക്കെല്ലാം കണക്ഷൻ ഉണ്ട്, ആ കണക്ഷനെ പറ്റി അവെയർ ആകുക, അതിനെപ്പറ്റി ബോധവാന്മാരാകുക. അത് ഇതുപോലുള്ള കോഴ്സിന് വളരെ പ്രധാനമാണ്. പിന്നെ ഒരു റിസർച്ച് ഓറിയന്റഡ് അല്ലെങ്കിൽ റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് റിസർച്ച് മെന്റാലിറ്റി എന്താണെന്ന്. എന്നാലും കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദോഷം, ഒരു വീടിന് ഇന്ന ദോഷം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ, ആ ദോഷ അനുഭവങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കുന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പല കാര്യങ്ങളിലും പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ദോഷം വാസ്തു ഞാൻ നമുക്കറിയാം, നമ്മളെല്ലാം താമസിക്കുന്ന വീടുകളുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ നമ്മളൊക്കെ വീടുകളിൽ താമസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ താമസിക്കുന്ന വീടോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ വീടുമൊക്കെ, ആ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ പറയുന്ന ദോഷം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിലുള്ളവരെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഈ ദോഷത്തിന്റെ ഫലം ഉണ്ടാകുന്നുണ്ടോ, ഈ ദോഷം ഇങ്ങനെ ഒരു ദോഷം വന്നാൽ അതിന്റെ ഫലം ഇന്നതെന്ന് നമ്മൾ പറയുമ്പം ആ ഫലം നിങ്ങൾക്ക് ഈ ദോഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ ഫലം ലഭിക്കുന്നുണ്ടോ, അല്ലെ ആ ഫലം ഉണ്ടാകുന്നുണ്ടോ, ഗുണമായാലും ശരി ദോഷമായാലും ശരി, ആ ഫലം അവർ കിട്ടുന്നുണ്ടോ, അഥവാ കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പൊ അങ്ങനെ ഈ പഠിത്തത്തിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ, നിങ്ങളുടെ സ്വയം ഫോളോ അപ്പ് ചെയ്ത് പോയാൽ അത് കുറച്ചും കൂടെ ഈ സബ്ജക്റ്റ് മനസ്സിൽ ഉറയ്ക്കാനും ഈ സബ്ജക്റ്റ് പ്രയോഗിച്ച് കൂടുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം വീടുകളായാലും മറ്റുള്ളവരുടെ വീടുകളിലായാലും ഇത് പ്രയോഗിക്കാനും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഒരു പിന്നെ എന്താ ഒരു ഉറപ്പ് കിട്ടാനും ഒക്കെ ഈ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗവേഷണ ത്വരയോടുകൂടി പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ സിലബസ് തന്നതിൽ ആദ്യം സിലബസ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീൽ സ്റ്റാർട്ട് അത് തുടങ്ങുന്ന സബ്ജക്ട് തുടങ്ങുകയാണ്, വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. അപ്പം ഞാനൊന്ന് പ്രസന്റ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററാണ് അത്. ശരിക്കും നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ റിവിഷനാണ്. നമ്മൾ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ച, ഇപ്പോൾ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡിപ്ലോമ കോഴ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് റിവൈസ് ചെയ്യില്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യും. ആ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ സിലബസ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആദ്യം അതിൻ്റെ ഒരു റിവിഷൻ അല്ല, അതിൽ ഒരു കാര്യം മാത്രം എക്സെപ്ഷൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ സിലബസ് തൊട്ടവും പറഞ്ഞു. അതിൽ വീതി ലക്ഷണങ്ങളും ഫലങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ് മിക്കവാറും ഇന്ന് തന്നെ എടുക്കാൻ നോക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും എന്നുള്ളൊരു ഹെഡിങ് നിങ്ങൾ എല്ലാവരും കാണാമോ സ്ക്രീനിൽ? ആർക്കെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും കാണാം. ഹലോ, കാണാൻ പറ്റാത്ത ആരും ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ തുടങ്ങുന്ന വീതി ലക്ഷണങ്ങളും ഫലങ്ങളും.
ഇവിടെ ഈ അഡ്വാൻസ് കോഴ്സിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഒരു വ്യത്യാസമുള്ളത്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇല്ല. ഡിപ്ലോമ കോഴ്സിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ഒരു 3 വോളിയം 1, വോളിയം 2, വോളിയം 3, അത് 3 ഡിപ്ലോമ കോഴ്സിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഡിപ്ലോമ കോഴ്സിലെ സിലബസ് കംപ്ലീറ്റ് അതിൽ കവർ ചെയ്യും. ആ 3 പുസ്തകത്തിലായിട്ട് കവർ ചെയ്യും. അതേസമയം അഡ്വാൻസ് കോഴ്സിൽ ക്ലാസ്സിൽ നോട്ട് തരികയുള്ളൂ. കാരണം അത് അങ്ങനെ പോയാലേ ശരിയാവുള്ളൂ. അല്ലാതെ അഡ്വാൻസ് കോഴ്സിന് ഒരു റെഡിമെയ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ആ നോട്ട് തരും, അത് എഴുതിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും റിവിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടമൊന്നും ഇപ്പോൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഡിപ്ലോമ പുസ്തകത്തിലുണ്ട്, ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതുമാണ്. അതായത് ഒരു വീതി ലക്ഷണങ്ങളും ഫലങ്ങളും റിവിഷൻ ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നമ്മൾ പോകും. അതായത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലോട്ടാണെന്ന് കേട്ടി. വീതി ലക്ഷണങ്ങളും ഫലങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ആ പ്ലോട്ട് അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ പ്ലോട്ട് അല്ലെങ്കിൽ വാസ്തു മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ ഒരു റെക്ടാങ്കിൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വിചാരിക്കുന്നു. ആ റെക്ടാങ്കിൾ ഒരു വാസ്തു മണ്ഡലമാണ്. ആ വാസ്തു മണ്ഡലത്തില്, അതായത് ഇവിടെ നമ്മൾ വീതി ലക്ഷണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പല ടൈപ്പ് 20 തരത്തിലുള്ള വീതികളുണ്ട്. വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ അതിന്റെ ഉയർച്ച താഴ്ച, നിമ്നോന്നതി എന്ന് പറയും. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. അപ്പൊ നിമ്നോന്നതി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉയർച്ച താഴ്ച അനുസരിച്ച് ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ 20 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 20 വിഭാഗങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ് കോഴ്സിൽ വരുന്ന അതിലേക്ക് വരാം. ഈ ആദ്യം നമ്മൾ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. അപ്പൊ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കാണുന്നത് വാസ്തു മണ്ഡലമാണ്. ആ വാസ്തു മണ്ഡലത്തില് ഇത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, കിഴക്കെന്ന് പറഞ്ഞാൽ മുകളിൽ കാണിക്കുന്നു, പടിഞ്ഞാറിന് താഴെ കാണിക്കുന്നു. ഈ ഒരു ആരോ കാണിക്കുന്നത്, ആരോ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടെ താന്നിരിക്കുകയാണ്. ആരോയുടെ ബേസ് വരുന്നത് പൊങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താന്നുമുള്ള സ്ഥലം, അത് ഭൂമി, വീടിന്റെ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ഥലമാണ്. അപ്പം പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താന്നുമുള്ള ഒരു സ്ഥലം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആരോ കാണിക്കുന്ന താന്ന സ്ഥലമാണ്. അതായത് ഉയർച്ച താഴ്ച. ഉയർച്ച എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശം ഉയർന്നിരിക്കുന്നു, താഴ്ച അല്ലെങ്കിൽ താന്നിരിക്കുന്ന കിഴക്ക് വശം. അപ്പൊ ഇത് ശരിക്കും നല്ലതാണ്. പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താന്നിരിക്കുന്നത് നല്ലതാണ്. ഇതിന് ഗോവീഥി എന്നാണ് ഇങ്ങനത്തെ പുരാണത്തിന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഗോവീഥി എന്ന് പറയും. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ 500 വർഷം അഭിവൃദ്ധി. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ സ്ലോപ്പ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ, ആ സ്ലോപ്പ് ഉണ്ടായിരിക്കണം. വീട് വെച്ച് താമസിച്ചാൽ താമസം തുടങ്ങി 500 വർഷം വരെ 500 വർഷം നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫെല്ലാം കഴിയും. ആരെവിടെ നമ്മൾ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഒക്കെ ആര് താമസിച്ചാലും ശരി, ആ വീട്ടിൽ ആദ്യം താമസം തുടങ്ങിയത് മുതൽ 500 വർഷം വരെ ആ വീട്ടിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വയ്ക്കുന്ന വീടുകളിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഇതാണ് വീതി ലക്ഷണങ്ങൾ. ആദ്യത്തത് ഗോവീതി. അത് പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താന്നു ഇരിക്കുന്നു. ഗോവീതി എന്ന് പറയുന്നത് 500 വർഷത്തെ അഭിവൃദ്ധിയാണ് അതിന്റെ ഫലം. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ്, ഇതിപ്പം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് 4 ദിശകൾ ഇവിടെ ചരിഞ്ഞ്, അതായത് ഇപ്പൊ നോക്കുക, വടക്ക് പടിഞ്ഞാറ് നമുക്കറിയാം വായുമൂല എന്ന് പറയും. അതൊക്കെ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചാണ്. വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നതാണ് വായുമൂല. വായുമൂലയുടെ ഭാഗം പൊങ്ങിയും സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം താണുള്ള ഭൂമി. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആരോ കാണിക്കുന്ന ഡയറക്ഷൻ കണ്ടാൽ അറിയാം. വടക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂല, അതായത് വായുമൂല പൊങ്ങിയും അഗ്നിമൂല താന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് അഗ്നിവീഥി എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള, അതായത് വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയും തെക്ക് കിഴക്ക് താന്നുമുള്ള ഭൂമിക്ക് അഗ്നിവീഥി എന്ന് പറയും. ഇവിടെ ആദ്യം, അതായത് ഒരു 12 വർഷം വരെ അഭിവൃദ്ധി ഉണ്ടാകും. അവിടെ ഇങ്ങനെയുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിച്ചാൽ 12 വർഷം വരെ അഭിവൃദ്ധി ഉണ്ടാകും. 12 വർഷം കഴിഞ്ഞാൽ ധനനാശം, സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുന്നതാണ്. നമ്മളൊരു വീട് വെക്കുന്ന 12 വർഷത്തേക്കല്ല. പക്ഷെ അവിടെ വീട് വെച്ച് താമസിച്ചു തുടങ്ങിയാൽ ആദ്യം ആരാ താമസിക്കുന്ന അവർക്ക് 12 വർഷം വരെ അഭിവൃദ്ധി ഉണ്ടാകും. അത് കഴിഞ്ഞ് ധനനാശം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡിപ്ലോമ കോഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സപ്പോസ് ഒരാൾ അവിടെ 10 വർഷം താമസിച്ചിരിക്കട്ടെ, ആ 10 വർഷം അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. കാരണം 12 വർഷം വരെ അഭിവൃദ്ധിയാണ്. അത് കഴിഞ്ഞ് താമസിക്കുന്ന ആള് 2 കൊല്ലം അഭിവൃദ്ധി ഉണ്ടാവും. കാരണം 12 വർഷം അപ്പോഴേ ആകുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ഗോവീതി, അഗ്നിവീതി.
ഇവിടെ വടക്കുവശം പൊങ്ങിയും തെക്കുവശം താഴ്ന്നുമുള്ള ഭൂമി. ഭൂമിയുടെ വടക്കുവശം പൊങ്ങിയിരിക്കുന്നു, തെക്കുവശം താഴ്ന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് യമവീഥി എന്ന് പറയും. യമവീഥിയുടെ ദോഷകരമായ അനുഭവമാണ്. അതിൽ പറയുന്നത് 8 വർഷത്തെ അഭിവൃദ്ധിക്ക് ശേഷം മരണം ഉണ്ടാകുന്നതാണ്. മരണമോ അല്ലെങ്കിൽ തത്തുല്യമായ മരണതുല്യമായ അവസ്ഥയുണ്ടാകും. പിന്നെ യമവീഥി എന്ന് പറഞ്ഞാൽ ദോഷകരമാണ്. 8 വർഷത്തെ അഭിവൃദ്ധി, അത് വടക്ക് പൊങ്ങിയും തെക്ക് താഴ്ന്നു ഇരിക്കുന്നു. 8 വർഷം വരെ അഭിവൃദ്ധി ഉണ്ടാകും. അതിനുശേഷം മരണമോ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥയോ ഉണ്ടാകുന്നതാണ്. ഇതാണ് മൂന്നാമത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു 20 വിധത്തിലുള്ള ഭൂമിയുണ്ട്. ഇപ്പൊ മൂന്നാമത്തതാണ്. ഇത് പുസ്തകത്തിലുള്ളതാണ്. അവിടെ നിങ്ങൾ വെക്കേണ്ട പുസ്തകം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ് ഡയറക്ടർ ശ്രീ ലാലുവായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അദ്ദേഹം ബുക്ക് അയച്ചു തരും. ഇവിടെ അഗ്നിമൂല പൊങ്ങിയും ഈശാനുമൂല നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാനുമൂല പൊങ്ങിയും സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല താഴ്ന്നു ഇരിക്കുന്ന ഭൂമി. നോർത്ത് ഈസ്റ്റിനെ വടക്ക് കിഴക്കാണ്, ഈശാനുമൂല എന്ന് പറയും. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിന് കന്നിമൂല എന്ന് പറയും. അപ്പൊ ഈശാനുമൂല പൊങ്ങിയും കന്നിമൂല താഴ്ന്നുമുള്ള ഭാഗം, ഇങ്ങനെയുള്ള ഭൂമിക്ക് ഭൂതവീഥി എന്നാണ് അതിന് പേര് പറയുന്നത്. ഭൂതവീഥി ഡിപ്ലോമയ്ക്ക് പഠിച്ചതാണ്. 6 വർഷത്തെ അഭിവൃദ്ധിയും അതിനുശേഷം അർത്ഥനാശവും ഉണ്ടാകുന്നതാണ്. അർത്ഥനാശം സാമ്പത്തിക നാശം, മറ്റേ ധനനാശം എന്നാണ് പറഞ്ഞത്. ഇത് അർത്ഥനാശം എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളെല്ലാം നമുക്ക് ഈവൻ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വരെ നഷ്ടപ്പെടുന്നതാണ്. അതായത് എല്ലാ അർത്ഥങ്ങളും, അവർക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വത്തും അതിനകത്ത് വരും. അതിനെല്ലാം നാശം ഉണ്ടാകും എന്നാണ് ഭൂതവീഥി. അടുത്തത് കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം താഴ്ന്നു. ആദ്യം കാണിച്ച ഗോവീഥിയുടെ നേരെ ഓപ്പോസിറ്റ്. കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം താഴ്ന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് വരുണവീഥി എന്ന് പറയും. വരുണവീഥി. ഇതിന്റെ ഫലം പറയുന്നത് 10 വർഷത്തെ നേട്ടങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം. ആദ്യത്തെ 10 വർഷം ഗുണമുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങേയറ്റം എത്ര കോടീശ്വരനായാലും അയാൾ ദരിദ്രനായി മാറുകയും സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസങ്ങൾ വരികയും ചെയ്യും വരുണവീഥിയാണെങ്കിൽ. ഇതാണ് വരുണവീഥിയുടെ റിസൾട്ട് വരുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ഈ കാണുന്ന മിക്കവാറും എല്ലാം ദോഷങ്ങളാണ്. അപ്പൊ ഈ ചില ഭൂമിക്ക് ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. ഇവിടെ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂല പൊങ്ങിയിരിക്കുന്നു, വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂല താഴ്ന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട അഗ്നിവീഥിയുടെ നേരെ ഓപ്പോസിറ്റ്. അഗ്നിവീഥി ആണെങ്കിൽ അഗ്നിമൂല താഴ്ന്നും വായുമൂല പൊങ്ങിയിരിക്കും. ഇത് വായുമൂല താഴ്ന്നും അഗ്നിമൂല പൊങ്ങിയും. നേരത്തെ ആ അഗ്നിവീഥിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന് നാഗവീഥി എന്ന് പറയും. ഈ നാഗവീഥിക്ക് 100 വർഷം വരെ അഭിവൃദ്ധി പറയുന്നുണ്ടെങ്കിലും പുത്രനാശം എന്നൊരു ഇത് കൂടെ പറയുന്നുണ്ട്. അതായത് അവിടെ ഒന്നെങ്കിൽ പുത്രന്മാർ ജനിക്കാതിരിക്കുകയോ അഥവാ ജനിച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതാണ്. അതാണ് 100 വർഷത്തെ. പക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധിയാണ്. പക്ഷെ എന്നാലും എത്ര സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാലും പുത്രന്മാർക്ക് ഹാനി വന്നാൽ അത് മോശമാണ്. അപ്പൊ ഇത് നല്ലതല്ല. 100 വർഷം സാമ്പത്തികമായിട്ടൊക്കെ ഗുണമുണ്ടാവും, പക്ഷെ പുത്രഹാനി ഉണ്ടാകുന്നതാണ് നാഗവീഥി. ഇത് തെക്കുവശം പൊങ്ങിയും വടക്കുവശം താഴ്ന്നുമുള്ള ഭൂമി. തെക്കുവശം പൊങ്ങിയും വടക്കുവശം താഴ്ന്നുമുള്ള ഭൂമി. ഇതിന് പേര് വരുന്ന ഗജവീഥി എന്നാണ്. ഇത് വളരെ നല്ലതാണ്. 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. ധനാഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുക. 100 വർഷം വരെ അഭിവൃദ്ധിയും വരുന്നുണ്ട്. അപ്പൊ ഇത് വളരെ നല്ല ഗുണമുള്ള ചായ്വാണ്. അപ്പൊ അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും. കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക്. ഇത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ചായ്വായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന് ധാന്യവീഥി എന്ന് പറയും. അതായത് ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയുള്ള ഭൂമിക്ക് ധാന്യവീഥി എന്ന് പറയും. അവിടെ നമ്മൾ ഫലം പറയുന്നത് 1000 വർഷത്തെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ആ വീട് വെച്ച് അവിടെ താമസിച്ചു കഴിഞ്ഞാൽ 1000 വർഷം വരെ അഭിവൃദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും. ഇതാണ് ഏറ്റവും നല്ല ഭൂമിയായിട്ട് കരുതപ്പെടുന്നത് ധാന്യവീഥിയാണ്. ഈ സ്ലോപ്പ് കരുതപ്പെടുന്നത് ഇതാണ് ധാന്യവീഥി. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്തത് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ്.
വടക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല, അത് വായുമൂല പൊങ്ങിയും അഗ്നിമൂല താഴ്ന്നുമുള്ള ഭൂമി. ഇതിന് അബദ്ധം എന്ന് പറയും. വായുമൂല അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് പൊങ്ങിയും അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് താഴ്ന്നുമുള്ള ഭൂമി അബദ്ധം എന്ന് പറയും. അതിന് പരസ്പര ശത്രുതയും കലഹവുമാണ്. അത് ദോഷകരമായ ഒരു ഭൂമിയാണ്. അവിടെ താമസിക്കുന്നവർ തമ്മിൽ ശത്രുതയും കലഹവും ഉണ്ടാകുന്നതാണ്. ഇത് അല്ല, ജസ്റ്റ് ഇതിനകത്ത് നോക്കുക. ഇത് ശരിക്ക് വായുമൂല അല്ല പൊങ്ങിയിരിക്കുന്നത്. വായുമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ആരോടെ വായു നോക്കുക, അതുപോലെ അതിന്റെ മുന നോക്കുക, ആരോടെ, അത് അഗ്നിമൂലയുടെയും കിഴക്കിന്റെയും മധ്യമാണ്. അതായത് വായുമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും കിഴക്കിന്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. ക്ലിയർ ആയിരിക്കുന്നു. ആ പടത്തിൽ നിന്ന് ക്ലിയർ ആണ്. അത് വായുമൂലയല്ല, വായുമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗമാണ് പൊങ്ങിയിരിക്കുന്നത്. അതുപോലെ അഗ്നിമൂലയല്ല, അഗ്നിമൂലയുടെയും കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. അതിനാണ് അബദ്ധം എന്ന് പറയുന്നത്. അതിലാണ് പരസ്പര ശത്രുതയും കലഹവും. അത് കറക്റ്റ് വായുമൂല അങ്ങനെയല്ല, അതിന്റെ മധ്യഭാഗം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. വായുമൂല നോർത്ത് വെസ്റ്റ് കോർണർ, വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. അതുപോലെ അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. അഗ്നിമൂല സൗത്ത് ഈസ്റ്റ് കോർണർ കാണാം. ആ കോർണറിന്റെ തെക്കിന്റെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. ആരോ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭൂമിക്ക് നമ്മുടെ രോഗകൃത്തം എന്നാണ് പറയുന്നത്. അത് അവിടെ ഒരിക്കലും രോഗം ഒഴിഞ്ഞ് ഏത് സമയത്തും അവിടെ ആർക്കെങ്കിലുമൊക്കെ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു രോഗം വന്നത് മാറുമ്പോൾ വേറെ രോഗമാവും. അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കിയാലും വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ മാറി മാറി എപ്പോഴും ആരെങ്കിലുമൊക്കെ രോഗികൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ രോഗകൃത്തം എന്ന് പറയുന്നത് നല്ലൊരു അങ്ങനെയുള്ള പ്ലോട്ട് നല്ലതല്ല. അത് രോഗങ്ങളും എപ്പോഴും തുടർച്ചയായിട്ട് രോഗങ്ങൾ വന്നാൽ നമുക്ക് സ്വാഭാവികമായും മനക്ലേശം ഉണ്ടാകും. അപ്പൊ രോഗങ്ങളും മനക്ലേശവുമാണ് അവിടുത്തെ റിസൾട്ട്. ഇത് വടക്കിന്റെയും ഈശാന്യമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. വടക്കിന്റെയും നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്, അത് ഈശാന്യമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും തെക്കിന്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയുടെയും തെക്കിന്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയുടെയും, അതായത് കന്നിമൂല, തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം താഴ്ന്നുമുള്ള ഭൂമി. മധ്യത്തിനും തെക്കിന്റെ ആ മധ്യഭാഗത്തിനും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഇടയ്ക്കുള്ള ഭാഗമാണ് താണിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമിക്ക് അർഗളം എന്നാണ് പറയുന്നത്. അർഗളം. ഇതിന്റെ റിസൾട്ട് പറയുന്നത് മോശമാണ്. ബ്രഹ്മഹത്യ, സർവനാശം എന്നാണ് പറയുന്നത്. അവിടെ ബ്രഹ്മഹത്യ ഉണ്ടാകുക, സർവനാശം. ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ വലിയ ദോഷം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. സർവനാശം ഉണ്ടാകുന്നതാണ്. അവിടെ എല്ലാവർക്കും നാശം ഉണ്ടാകുന്ന അതാണ് അർഗളം. അല്ല, ഇത് മനസ്സിലായി. തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം താന്നും വടക്കിന്റെയും ഈശാന്യമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇത് ഈശാന്യമൂലയുടെയും കിഴക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താഴ്ന്നുള്ള ഭൂമി. ആരും ശ്രദ്ധിച്ചറിയാം, ഈശാന്യമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെയും കിഴക്കിന്റെയും മധ്യഭാഗമാണ് പൊങ്ങിയിരിക്കുന്നത്. നേരെ എതിരെയുള്ള പടിഞ്ഞാറിന്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം താണിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് ശ്മശാനം എന്നാണ് പറയുന്നത്. ഇതും ദോഷകരമായ അനുഭവമാണ്. വംശനാശമാണ് ഇവിടെ പറയുന്നത്. ആ വംശം തന്നെ കുടുംബം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആളില്ലാതെ വരും. വംശനാശം ഉണ്ടാകും. ഇതും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇവിടെ കിഴക്കിന്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. കിഴക്കിന്റെയും അഗ്നിമൂല സൗത്ത് ഈസ്റ്റ് മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. പടിഞ്ഞാറിന്റെയും വായുമൂലയുടെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. പടിഞ്ഞാറ് വെസ്റ്റും നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് പൈതാമഹം എന്നാണ് പേര് പറയുന്നത്. പൈതാമഹം. ഇത് നല്ലതാണ്, ശുഭം ആണ്, അതിന്റെ ഗുണകരമായ അവസ്ഥയാണ്, ശുഭകരമായ റിസൾട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ മൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താന്നും
അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. അഗ്നിമൂല സൗത്ത് ഈസ്റ്റ്, അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും വായുമൂല നോർത്ത് വെസ്റ്റ് കോളം, വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുകൊള്ള പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമിക്ക് സുബധം എന്ന് പറയും. ഇത് നല്ല ഇതാണ്, ശുഭമായിട്ടുള്ളതാണ്, ഗുണകരമായ ചായ്വാണ്. ഇവിടെ വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യഭാഗം താന്നും തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. നോക്കുക, അതായത് തെക്കിന്റെയും കന്നിമൂല സൗത്ത് വെസ്റ്റ് അതിന്റെ ഇടയ്ക്കുള്ള ഭാഗം പൊങ്ങിയിരിക്കുന്നു. അതുപോലെ വടക്കിന്റെയും വടക്ക് കിഴക്കേ മൂല നോർത്ത് ഈസ്റ്റ് ഇടയ്ക്കുള്ള ഭാഗം താന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് ദീർഘായുസ് എന്നാണ് പറയുന്നത്. ഇത് നല്ലതാണ്, നല്ല ഭൂമിയാണ്. അവിടെ വളരെ ശ്രേഷ്ഠവും വംശത്തിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന നല്ല റിസൾട്ട് വരുന്ന ചായ്വാണ് അല്ലെങ്കിൽ നിമ്നോന്നതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും, കന്നിമൂല സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും ഈശാനുമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെയും മധ്യഭാഗം താണുള്ള ഭൂമി. അതായത് അഗ്നിമൂലയുടെയും കിഴക്കിന്റെയും ഈശാനുമൂല നോർത്ത് ഈസ്റ്റ്, ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യഭാഗം താണും കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് പുണ്യകം എന്ന് പറയും. പുണ്യകം ഇതും വളരെ നല്ലതാണ്, ശുഭപ്രദമാണ്. ഇവിടെ അതായത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും അതുപോലെ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും എല്ലാം, അതായത് അഗ്നിമൂല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും പൊങ്ങിക്കിടക്കുന്നു. അഗ്നിമൂലയുടെ ഭാഗം ഒരു കുഴിയെ താന്നു കിടക്കുന്നു. ഇങ്ങനെയുള്ള പ്ലോട്ടിന് ശ്വേനകം എന്നാണ് പറയുന്നത്. ശ്വേനകം. അതിന് റിസൾട്ട് വരുന്നത് നാശവും മരണവുമാണ്. അവിടെ താമസിക്കുന്നവർക്ക് നാശവും മരണവും ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നിമൂലയുടെ ഭാഗം താന്ന് സൗത്ത് വെസ്റ്റ്, കന്നിമൂലയുടെ ഭാഗം താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ബാക്കി എല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു, കന്നിമൂലയുടെ ഭാഗം താന്നിരിക്കുന്നു. ഇതും വളരെ ദോഷമാണ്. ശ്വമുഖം എന്നാണ് ഇതിന് പേര് പറയുന്നത്. ശ്വമുഖം. ഇതിന് അങ്ങേയറ്റം ദാരിദ്ര്യമാണ് പറയുന്നത്. എത്ര കോടീശ്വരനായാലും അവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ കുത്തുവാള എടുക്കുന്നതാണ്, ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. ഇത് ക്ലിയർ ആയി തന്നെയായിരിക്കുന്നു. ഇവിടെ വായുമൂലയുടെ ഭാഗം താന്ന് നോർത്ത് വെസ്റ്റ്, വായുമൂലയുടെ ഭാഗം താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് ബ്രഹ്മഘനം എന്ന് പറയും. ഇതും ദോഷകരമായ അവസ്ഥയാണ്. പ്രാണഭയമാണ് റിസൾട്ട് പറയുന്നത്. എപ്പോഴും അവർക്ക് പ്രാണഭയം, മരിക്കുമോ എന്നൊക്കെയുള്ള ഭയം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഈശാനുമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ഇത് വളരെ നല്ല ഭൂമിയാണ്. ഇതിന് പേര് പറയുന്നത് സ്തണ്ടിലം എന്നാണ്. സ്തണ്ടിലം. ഇത് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്. നമ്മളിത് ഇപ്പൊ 20 തരത്തിലുള്ള ഭൂമി ഇതുവരെ നമ്മൾ മനസ്സിലാക്കി. 20 തരത്തിലുള്ള ഇത് നിമ്നോന്നതി. അപ്പോൾ ആ നിമ്നോന്നതിയുടെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ കുറെയൊക്കെ നമുക്ക് ഗുണകരമായ അവസ്ഥയാണ്, കുറെ കൂടുതലും ദോഷകരമായ അവസ്ഥയാണ്. അതിനകത്ത് നമുക്ക് ഈ 20 കൂടുതലും ദോഷകരമായ അവസ്ഥയും, എന്നാൽ കുറെ ഇപ്പൊ ഇവിടെ തന്നെ സ്തണ്ടിലം നോക്കുക ഉത്തമമാണ്. പക്ഷെ മറ്റു 3 ഭാഗം, അതായത് വടക്ക് കിഴക്ക് താണിരിക്കുന്നതാണ് സ്തണ്ടിലം. പക്ഷെ അതിന് തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ താന്നിരിക്കുന്നെങ്കിൽ അത് ദോഷമാണ്. നമ്മൾ നേരത്തെ കാണിച്ച 3 ദോഷമാണ്. പക്ഷെ സ്തണ്ടിലം നല്ലതാണ്. അങ്ങനെ ചിലതൊക്കെ ഗുണകരമായ സ്ലോപ്പും ഉണ്ട്, കൂടുതലും ദോഷകരമായ സ്ലോപ്പാണ്. ഇനി നമ്മളിവിടെ പിന്നെ ഇത് ഈ പറഞ്ഞ ഇത്രയും നമ്മുടെ ഡിപ്ലോമ കോഴ്സിൽ സിലബസിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഒരു റിവിഷനാണത്. അപ്പൊ ഇതില് ഗുണകരമായ കുറെ സ്ലോപ്പുകൾ നമ്മൾ പറഞ്ഞു. ഈ ഗുണകരമായ സ്ലോപ്പ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അല്ലെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും ദോഷകരമായ കുറെ സ്ലോപ്പ് പറഞ്ഞു. അതൊന്നും ഇല്ലാതെ നമുക്ക് ഒരു വീടിന്റെ ചുറ്റും പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭൂമിയുടെ നിമ്നോന്നതി നമ്മൾ അറേഞ്ച് ചെയ്താൽ
അത് അങ്ങനെ ചെയ്തിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് വെച്ചതിന് ശേഷം അത് ചുറ്റും നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലുള്ള ഗുണകരമായ അവസ്ഥയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും ദോഷകരമായ അവസ്ഥ ഒന്നുപോലും ഇല്ലാതെയും നമുക്ക് ഒരു വീടിന്റെ ചുറ്റുഭാഗം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഇതിനകത്ത് പല ഗുണങ്ങൾ പറഞ്ഞു, ആ ഗുണങ്ങളെല്ലാം കിട്ടും. ഒരു ദോഷവും, ആ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് ഒരു ദോഷവും ഇല്ല. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്. അപ്പൊ ഇത് നമ്മള് പിന്നെ റിവിഷനാണ് വരുന്നത്. വീതി ലക്ഷണങ്ങളും ഫലങ്ങളും തന്നെയാണ് വരുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് റിവിഷനാണ്. പക്ഷെ ഈ വരുന്നത് അവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ലാൻഡ്സ്കേപ്പിംഗ് നമുക്കറിയാം, ഭൂമിയുടെ പിന്നെ ഭംഗിയും ഉയർച്ച താഴ്ച ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ഭംഗിയൊക്കെ നല്ല പുഷ്പങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കുന്നതിനൊക്കെയാണ് ലാൻഡ്സ്കേപ്പിംഗ്. ലാൻഡ്സ്കേപ്പിംഗ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്ന എഞ്ചിനീയേഴ്സ്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഒക്കെ ധാരാളം ഉണ്ട്. ധാരാളം പ്രൈവറ്റ് ഫേംസ്, ഈവൻ അല്ലാതെയൊക്കെയുള്ള ധാരാളം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി കാണിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മളിപ്പം പറഞ്ഞ 20 തരത്തിലുള്ള ഭൂമി, ആ 20 തരത്തിലുള്ള ഭൂമിയിലെ ഗുണങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും, ഒരു ഗുണം പോലും വിട്ടിട്ടില്ല, എല്ലാ ഗുണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടും ദോഷങ്ങളൊന്നും ഇല്ലാതെയും നമുക്കൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കുക, ഇത് നിങ്ങളെ വായിക്കണം. നേരത്തെ ഉള്ളതൊക്കെ നമുക്ക് റിവിഷനാണ് ഇതുവരെ പറഞ്ഞത്, എല്ലാം ഡിപ്ലോമ കോഴ്സ് ഉള്ളതാണ്. ഇനി വരുന്നത് ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതല്ല, പോസ്റ്റ് ഡിപ്ലോമ കോഴ്സിലുള്ളതാണ്. പക്ഷെ അത് റിവിഷന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ച വീതി ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിവിടെ എടുക്കുന്നതേ ഉള്ളൂ. ഈ പടം ഒന്ന് വരച്ചോളൂ. ആരെങ്കിലും വരച്ച് കഴിയുവാണെങ്കിൽ ഒന്ന് പറയുക, കഴിഞ്ഞൊന്ന് പറയുക. കാരണം നിങ്ങൾ ഓരോരുത്തർ ആരെയാ വരച്ചെന്നുള്ള എനിക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് വരച്ച് ആരെങ്കിലും ഒരാൾ വരച്ചു കഴിഞ്ഞെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. വരച്ചു കഴിയാത്ത ആരും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ആരെങ്കിലും വരച്ച് കഴിയാത്തവരുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനെ ഒന്ന് ലെവൽ, ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വെളിയിൽ കാണുന്ന ആ ബൗണ്ടറി ഇച്ചിരി കട്ടിയായിട്ട് കാണുന്നത്, അതാണ് വാസ്തു മണ്ഡലത്തിന്റെ ഔട്ട്സൈഡാണ്. വാസ്തു മണ്ഡലത്തിന്റെ വെളിയിലുള്ള ഭാഗമാണ് ആ കട്ടിയായിട്ട് കാണുന്നത്. അതിനകത്താണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു 1, 2, 3 ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെന്ന് എഴുതി. പക്ഷെ വെറുതെ 1, 2, 3 എഴുതരുത്. ആ ക്രമത്തിലല്ല ചില വ്യത്യാസങ്ങൾ വരും. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് 4 ദിശകൾ അടയാളപ്പെടുത്തുക. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി 1, അത് നോർത്ത് ഈസ്റ്റിനാണ് 1 കൊടുത്തേക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലാണ് 1. അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3. പക്ഷെ അടുത്ത 4 അല്ല, നോക്കുക 6 ആണ്. എന്തുവാണെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അതിങ്ങനെ എഴുതിക്കോളൂ. 1, 2, 3, 6. അടുത്ത 5, വീണ്ടും 6, പിന്നെ 7, 8, 9. ഈ നമ്പർ ആ അഗ്നിമൂലയുടെ ഭാഗത്തിൽ ചെറിയ വ്യത്യാസമുള്ളത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എഴുതണം. അല്ല 1, 2, 3, 4, 5 എന്നങ്ങ് എഴുതരുത്. 1, 2, 3, 6, 5, 6, 7, 8, 9 എഴുതുന്നതായിരിക്കുന്നു. ഇനി മറ്റേ സൈഡ് 1, 2, 3. അടുത്തത് നോക്കുക, അവിടെ അടുത്ത 4 ആണ്. പക്ഷെ അടുത്ത 4 കഴിഞ്ഞാൽ 5 ആണ്. പക്ഷെ വീണ്ടും 4 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 1, 2, 3, 4, പിന്നെ 5, 4, 7, 8, 9. എല്ലാവരും ഇത് എഴുതി കാണുന്നതായിരിക്കുന്നു. ആ നമ്പറും ഇട്ട് കാണുന്നതായിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ വാസ്തു മണ്ഡലത്തിനകത്തുള്ള ഭാഗം, ഇതിന്റെ നടുക്ക് കാണുന്ന ഭാഗത്ത് അതിനകത്താണ് വീട് ഇരിക്കുന്നത്. വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യാം. വീട് നടുക്കാണ് വീട് വരുന്നത്. വീടിന്റെ ചുറ്റുമുള്ള ഭാഗത്ത്
അത് കുറെ പ്ലോട്ടിന്റെ വിസ്തൃതി അനുസരിച്ച്, പ്ലോട്ട് ഇപ്പോൾ വലിയ പ്ലോട്ടാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 50 സെന്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലത്ത് ഈ 1, 2, 3 എന്ന് പറയുന്നതിന്റെ വീതി കൂടുതൽ എടുക്കാൻ പറ്റും. അതേസമയം ഇപ്പോൾ ഒരു ചെറിയ 10 സെന്റൊക്കെ ഉള്ളെങ്കിൽ അത്രയും വീതി എടുക്കാൻ ഒക്കില്ല. ഇത് മിനിമം സാധാരണ ഒരു 15 സെന്റെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ചെയ്യാനൊക്കെ. 15 സെന്റെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെക്കുമ്പോൾ നമുക്കിത് ഏതാണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. തീരെ ചെറിയ 5 സെന്റിലൊക്കെ വെക്കുമ്പോൾ ഇത് ചെയ്യാൻ ഒക്കില്ല. ഇത് കുറച്ചുകൂടെ സ്ഥലമുള്ളിടത്ത് ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞതാണ് 1. ഈ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. 1ന്റെ ഹൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പൊക്കം കൂടുതലാണ് 2, കുറേ കൂടെ പൊക്കം കൂടുതലാണ് 3, 3യേക്കാൾ കുറച്ചുകൂടെ പൊക്കം കൂടുതലാണ് 4. പക്ഷെ 4 ഈസ്റ്റിലല്ല നോക്കി, അതിന്റെ നോർത്ത് ഭാഗത്തായിട്ട് വരും 4. അപ്പോൾ 3യേക്കാൾ പൊക്കം കൂടുതൽ 4, 4നേക്കാൾ പൊക്കം കൂടുതൽ 5, അങ്ങനെ ഏറ്റവും പൊക്കം കൂടുതൽ 9 ആണ്. ആ കന്യാകുമാരിയുടെ ഭാഗത്ത് 9 കാണുക, ഈശാന്യമുള്ള ഭാഗത്ത് 1 കാണുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, 1ഉം 2ഉള്ള വ്യത്യാസം എത്ര കൂടുന്നോ അത്രയും ഇതിന്റെ എഫക്റ്റും കൂടും. ഇതിന്റെ ഗുണം കൂടണം. ഇപ്പൊ സപ്പോസ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം, സപ്പോസ് നമ്മളൊരു 3 ഇഞ്ച് വ്യത്യാസം വെച്ചിരിക്കട്ടെ, 1ന്റെ ഹൈറ്റിനേക്കാൾ ഒരു 3 ഇഞ്ച് പൊക്കി 2ന്റെ ഹൈറ്റ് വെച്ചിരിക്കട്ടെ. അപ്പൊ എല്ലായിടത്തും 2ഉം 3ഉം ആയിട്ട് 3 ഇഞ്ച്, 3ന്റെ 3 ഇഞ്ച്, 4ഉം 5ഉം ആയിട്ട് 3 ഇഞ്ച്. അപ്പൊ എല്ലാം ഈ ഒരു 3 ഇഞ്ച് ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 9 വരെ ആകുമ്പോഴത്തേക്ക് 8, ഒരു 24 ഇഞ്ച്, 27 അത്രയും വ്യത്യാസം വരും. അതേസമയം ഈ 3 ഇഞ്ചിന് വരെ സപ്പോസ് നമുക്കൊരു 3 അടി വ്യത്യാസം കൊടുക്കാൻ സാധിച്ചെന്നിരിക്കട്ടെ, 1ഉം 2ഉം 3 അടിയുടെ വ്യത്യാസം കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കൊടുത്താൽ അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഗുണം വളരെ വളരെ ഇരട്ടിക്കും. അപ്പൊ ഈ 1ഉം 2ഉം അല്ലെങ്കിൽ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം കൂടുന്നതനുസരിച്ച് ഗുണം കൂടും, ആ വ്യത്യാസം കുറയുന്നതനുസരിച്ച് ഗുണം കുറയും. പക്ഷെ ദോഷമേ വരുന്നില്ല. എത്ര കുറഞ്ഞാലും ദോഷമേ ഇല്ല ഇതിനകത്ത്. പക്ഷെ ഗുണം കൂടാനായിട്ട് നമ്മൾ ആ ഹൈറ്റ്. അപ്പൊ ഇത് നമ്മൾ ശരിക്കൊരു ലാൻഡ്സ്കേപ്പിന്റെ എക്സ്പേർട്ടിനോട്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന എഞ്ചിനീയറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇതിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതനുസരിച്ച് പ്രത്യേകം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നോക്കുക. ഇപ്പം കന്യാകുമാരിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു നല്ല മഴ, വെള്ളമൊക്കെ വീഴുന്നു കേട്ടെ. ഇപ്പൊ കന്യാകുമാരിയുടെ 9 എന്ന് പറഞ്ഞ ഏറ്റവും പൊങ്ങിയ സ്ഥലമാണ്. അവിടുന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം ഇപ്പൊ നോക്കുക, 9 മേളിലോട്ട് പോയാൽ ഈസ്റ്റിലോട്ട് നോക്കുക, കന്യാകുമാരിയിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക, 9, 8, 7, 6, 5. ആ വെള്ളം വേണം 9നേക്കാൾ താന്നാണ് 8, 8നേക്കാൾ താന്ന് 7, 7നേക്കാൾ താന്ന് 6, 6നേക്കാൾ താന്ന് 5. അപ്പൊ 9 വീഴുന്ന വെള്ളം ഫ്ലോ ചെയ്ത് 5 വരെ പോകും. പക്ഷെ 5 കഴിഞ്ഞാൽ പിന്നെ പൊക്കം കൂടുതലാണ് 6. നോക്കുക, 5നേക്കാൾ പൊക്കം കൂടുതലാണ്. അപ്പൊ അങ്ങോട്ട് ഒഴിവില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അത് കഴിഞ്ഞാൽ 3ആണ്, അപ്പം താന്നിരിക്കുകയാണ്. അപ്പൊ 5ൽ നിന്ന് 3ലേക്ക് 6ന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇടേണ്ടി വരും. ഇത് ചെയ്യേണ്ടി വരുമ്പം ഈ 5ൽ നിന്ന് 3ലേക്ക് വെള്ളം ഒഴുകാനായിട്ട് അടിയിൽ പൈപ്പ് കൊടുക്കണം. അങ്ങനെ പൈപ്പ് കൊടുത്ത് 5ൽ നിന്ന് 3, പിന്നെ 2, 1 വെള്ളം പൊക്കോളും. മറ്റേ സൈഡാണ് 9, 8, 7, 7, 4 വരെയും താന്നാണ് പോകുന്നത്. 9 താന്ന് 8, അതിന് താഴെ 7, കുറെ കൂടുതൽ താന്നിട്ടാണ് 4 വരുന്നത്. 4ൽ നിന്ന് പിന്നെ പൊങ്ങി 5 വരുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും 4ആണ്. അപ്പൊ ഈ 4ൽ നിന്ന് 4ലേക്ക് ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് സെയിം ലെവലായതുകൊണ്ട് വെള്ളം കുറെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ 3ഉം 2ഉം 1 കുറവാകേണ്ടി വെള്ളം അങ്ങ് പോയിക്കോളും. അപ്പൊ 5ന്റെ അടിയിൽ കൂടെ, 5 എന്നുള്ള കുറച്ച് പൊക്കി ചെയ്യുകയാണ്, അതിന്റെ അടിയിൽ കൂടെ 4ലുള്ള വെള്ളം ആ കോർണർ വഴി പോകാനായിട്ട് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 20 തരത്തിലെ എല്ലാ ഗുണവും ഉണ്ട്, ഒരു ദോഷമില്ല. അത് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എല്ലാ ഗുണങ്ങളും കൊണ്ട് ദോഷമൊന്നുമില്ല. ഇത് ഇത്രയും വരച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും വരച്ചു കഴിയാതെ ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു നോട്ട് എഴുതിയെടുക്കാം. ആ നോട്ടൂടെ വരുമ്പോഴേ നമുക്ക് ക്ലിയർ ആവും. അതിന്റെ ഹെഡിങ് മുകളിൽ ലാൻഡ്സ്കേപ്പിംഗ് എഴുതുക. ഈ പടത്തിന്റെ മുകളിൽ ഹെഡിങ് ലാൻഡ്സ്കേപ്പിംഗ് മുകളിൽ എഴുതിയിട്ട് ഈ പടം വരച്ചു. അത് എഴുതിക്കൊള്ളുക. ഞാൻ ഡിറ്റക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എൻ്റെ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം, വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1, വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1, കൂടിയ പൊക്കം, വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1, കൂടിയ പൊക്കം 9 ആണെങ്കിൽ, കൂടിയ പൊക്കം 9 ആണെങ്കിൽ, വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1, കൂടിയ പൊക്കം 9 ആണെങ്കിൽ, അഗൈൻ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത്, ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത്
ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. ഫുൾ സ്റ്റോപ്പ്. ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. താഴെ എഴുതിക്കോളൂ. കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3 എഴുതുക. പടത്തിലൂടെ നോക്കിക്കൊള്ളുക. കിഴക്ക് നോക്കിയാൽ അറിയാം, കിഴക്കിന്റെ മധ്യഭാഗം 3 ഹൈറ്റ്. കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് കിഴക്കിനേക്കാൾ എഴുതി ബ്രാക്കറ്റിനകത്ത് 3, അത് കഴിഞ്ഞ് പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7. പടിഞ്ഞാറ് നോക്കുക, അവിടെ 7 കിടക്കുന്നത്. പടിഞ്ഞാറിന്റെ മധ്യം നോക്കി 7. അപ്പൊ അവിടെ കിഴക്ക് താന്നും പടിഞ്ഞാറ് പൊങ്ങിയാണ്. കിഴക്കിന്റെ ഭാഗം 3 ഹൈറ്റ്, മറ്റേത് 7 പൊക്കം വെസ്റ്റിലെ. അപ്പോൾ കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട്, കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗോവീഥിയുടെ ഗുണം, ഗോവീഥി നമ്മൾ നേരത്തെ എഴുതുകയാണ്. ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി. ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി. ആ ഗുണം പറഞ്ഞതാണ് 500 വർഷത്തെ അഭിവൃദ്ധി. ഇപ്പൊ ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി ലഭിക്കുന്നതാണ്. 500 വർഷത്തെ അഭിവൃദ്ധി ബ്രാക്കറ്റ് ക്ലോസ് ലഭിക്കുന്നതാണ്. ആ സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി ബ്രാക്കറ്റ് ക്ലോസ് ലഭിക്കുന്നതാണ്. എഴുതിയായിരിക്കുന്നു. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിക്കൊള്ളുക. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, പുറത്ത് നോക്കുക. തെക്ക് കിഴക്ക് ഭാഗം 5. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും അതും ബ്രാക്കറ്റ് അതും 5. തെക്ക് കിഴക്കും 5, വടക്ക് പടിഞ്ഞാറും ബ്രാക്കറ്റിൽ 5 ഒരേ പൊക്കത്തിലാണ്. തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒരേ പൊക്കത്തിലാണ്. ഫുൾ സ്റ്റോപ്പ്. ഇവിടുന്ന് ശ്രദ്ധിക്കുക, തെക്ക് കിഴക്ക് പൊങ്ങിയും വടക്ക് പടിഞ്ഞാറ് താന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നേരെ തിരിച്ച് 2 വന്നാലും ദോഷമാണ്. തെക്ക് കിഴക്ക് താന്നു വന്നു വടക്ക് പടിഞ്ഞാറ് പൊങ്ങി വന്നാലും, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് താന്നു തെക്ക് കിഴക്ക് പൊങ്ങി, അത് 2 ദോഷമാണ്. നമ്മൾ നോക്കി അറിയാം. അപ്പൊ അത് രണ്ടും ഇവിടെ ഇല്ല. ഇവിടെ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒരേ ഹൈറ്റാണ്. അപ്പം എഴുതിക്കൊള്ളുക. തെക്ക് കിഴക്ക് ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും ബ്രാക്കറ്റിൽ 5 ഒരേ പൊക്കത്തിലാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ അഗ്നിവീഥി നേടുക. അത് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നതാണ് അഗ്നിവീഥി. ഞാൻ എഴുതി ഒന്നുകൂടെ വായിക്കാം. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും ബ്രാക്കറ്റിൽ 5 ഒരേ പൊക്കത്തിലാണ്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ അഗ്നിവീഥി. ഇത് വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും, അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ നാഗവീഥി. അതിന് നമ്മൾ നാഗവീഥി എന്നാണ് പേര്. അപ്പം അഗ്നിവീഥിയുടെയും
നാഗവീതിയുടെയും ദോഷങ്ങൾ ഉണ്ടാവില്ല. കാരണം തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒരേ ഹൈറ്റാണ്. ഇപ്പൊ വായിച്ച അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല ബ്രാക്കറ്റിൽ നാഗവീതി. അടുത്ത പാരഗ്രാഫ്. വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3 തെക്ക്, വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, അത് കഴിഞ്ഞ് തെക്ക് ബ്രാക്കറ്റിൽ 7, വടക്കിനേക്കാൾ തെക്ക് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട്, വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3 തെക്ക് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം, വടക്കിനേക്കാൾ തെക്ക് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിൽ 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും. നമ്മൾ റിസൾട്ട് നേരത്തെ പറഞ്ഞാണ്. ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിൽ 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും ബ്രാക്കറ്റ് ക്ലോസ് ഉണ്ടാകുന്നതാണ്. അത് വടക്കിനേക്കാൾ തെക്ക് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതി, അത് 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമം, അത് ഗുണകരമാണ്. ആ അവസ്ഥ ഉണ്ടാകും. അത് വടക്ക് വായിക്കുക ആ സെന്റൻസ്. വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3 തെക്ക് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിൽ 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും ബ്രാക്കറ്റ് ക്ലോസ് ഉണ്ടാകുന്നതാണ്. എഴുതി കാണുന്ന വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 ബ്രാക്കറ്റ് 1, അത് കന്നിമൂല, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9, കന്നിമൂല ബ്രാക്കറ്റിൽ 9 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട്, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ബ്രാക്കറ്റിൽ ധാന്യവീതി. ഈശാനുമൂലയേക്കാൾ കന്നിമൂല പൊങ്ങിയിരിക്കുന്നതിനാണ് ധാന്യവീതി. അതിന്റെ റിസൾട്ട് 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും നമ്മൾ നേരത്തെ കാണിച്ചാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ബ്രാക്കറ്റിൽ ധാന്യവീതി. അടുത്ത പാരഗ്രാഫ്. പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ, പടിഞ്ഞാറിൻ്റെയും വായുവിൻ്റെയും മധ്യം നോക്കുക 4, പടിഞ്ഞാറ് 7 വായുമൂല 5, അതിൻ്റെ 2 മധ്യത്താണ് 4. പടം നോക്കിയാൽ അറിയാം. പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4, പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നത് ശുഭകരമാണ്. ബ്രാക്കറ്റിൽ പൈതാമഹം, നേരത്തെ പഠിച്ച പൈതാമഹം. പാരഗ്രാഫ് ഉത്തരം വായിക്കാം. പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നത് ശുഭകരമാണ്. ബ്രാക്കറ്റിൽ പൈതാമഹം. അടുത്ത പാരഗ്രാഫ്. വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ, മധ്യം നോക്കുക 4 എഴുതിയിരിക്കുന്നത്. പടത്തിൽ നോക്കി അറിയാം. വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം ബ്രാക്കറ്റിൽ 6 വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നതും
പൊങ്ങിയിരിക്കുന്നതും ഗുണപ്രദമാണ്. പൊങ്ങിയിരിക്കുന്നതും ഗുണപ്രദമാണ്. ബ്രാക്കറ്റിൽ സുബധം. ബ്രാക്കറ്റ് അതിനാണ് സുബധം. വടക്കിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യത്തേക്കാൾ തെക്കിന്റെയും തെക്ക് കിഴക്കിന്റെയും മധ്യം പൊങ്ങിയിരിക്കുന്നതിന് സുബധം എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം. വടക്കിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4, തെക്കിന്റെയും തെക്ക് കിഴക്കിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നത് ഗുണപ്രദമാണ്. ബ്രാക്കറ്റിൽ സുബധം. അത്ര എഴുതി വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. വടക്കിന്റെയും ഈശാനുമൂലയുടെയും വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ പ്രതി നോക്കുക. 2ആണത്. ഇപ്പം ബ്രാക്കറ്റ് 2. വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2 തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം. തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം നോക്കുക. അത് 8ആണ്. അവിടെ കാണാം. തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കുന്നതുമാണ്. വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കുന്നതുമാണ്. ബ്രാക്കറ്റിൽ ദീർഘായുസ്. ആ സ്ലോപ്പിനാണ് നമ്മൾ നേരത്തെ ദീർഘായുസ്. ഒന്നുകൂടെ പാരഗ്രാഫ് വായിക്കാം. വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2 തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കുന്നതുമാണ്. ദീർഘായുസ് എന്നാണ് എൻ്റെ പേര്. അടുത്ത പാരഗ്രാഫ്. ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ വെറുതെ നോക്കി അറിയാം. 2ആണ്. ബ്രാക്കറ്റിൽ 2 ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2 കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 8 ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2 കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. ബ്രാക്കറ്റിൽ പുണ്യകം. ആ അവസ്ഥയ്ക്കാണ് പുണ്യകം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കുക ആ സെന്റൻസ്. ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2 കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. പുണ്യകം. അടുത്ത സെന്റൻസ് വായിക്കുക. അടുത്ത പാരഗ്രാഫ്. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി താഴ്ച ഉയർച്ച. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി ഇപ്രകാരം ക്രമീകരിച്ചാൽ വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി ഇപ്രകാരം ക്രമീകരിച്ചാൽ ഗോവീഥി ഗജവീഥി ധാന്യവീഥി പൈതാമഹം സുബധം ദീർഘായുസ് പുണ്യകം. എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ച് അനുഭവിക്കുവാൻ
എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുപോലെ തന്നെ അഗ്നിവീഥി കോമ അതുപോലെ തന്നെ അഗ്നിവീഥി കോമ യമവീഥി കോമ അതുപോലെ തന്നെ അഗ്നിവീഥി കോമ യമവീഥി കോമ ഭൂതവീഥി കോമ ഭൂതവീഥി കോമ വരുണവീഥി കോമ വരുണവീഥി കോമ നാഗവീഥി കോമ നാഗവീഥി കോമ അബദ്ധം കോമ അബദ്ധം കോമ രോഗകൃത്ത് കോമ രോഗകൃത്ത് കോമ അർഗളം കോമ അർഗളം അർഗളം കോമ ശ്മശാനം അർഗളം കോമ ശ്മശാനം എന്നീ ദോഷകരമായ അർഗളം കോമ ശ്മശാനം എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട് ദോഷങ്ങളൊന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട് ദോഷങ്ങൾ ഒന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇതുകൂടാതെ ഈശാനുമൂല മറ്റു മൂന്ന് മൂലകളേക്കാൾ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് സ്കണ്ടിലത്തിന്റെ പ്രയോജനം, സ്കണ്ടിലം എന്ന് നേരത്തെ എഴുതാണ്, ഈശാനുമൂല ഏറ്റവും താഴ്ന്നും മറ്റെല്ലാം മുങ്ങിയും വരുന്നു. സ്കണ്ടിലത്തിന്റെ പ്രയോജനവും ഉണ്ടാകുന്നതാണ്. സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം. ഇതുകൂടാതെ ഈശാനുമൂല മറ്റു മൂന്ന് മൂലകളേക്കാൾ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് സ്കണ്ടിലത്തിന്റെ പ്രയോജനവും ഉണ്ടാകുന്നതാണ്. അടുത്ത പാരഗ്രാഫ്. ശ്വേനകം കോമ ശ്വമുഖം എല്ലാം നേരത്തെ പറഞ്ഞതാണ്.
അത് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ശ്വേനകം കോമ ശ്വമുഖം കോമ ബ്രഹ്മഘനം. ശ്വേനകം ശ്വമുഖം ശ്വേനകം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് താന്നും മറ്റു മൂലകളെല്ലാം പൊങ്ങിയിരിക്കുന്നു. ശ്വമുഖം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് താന്നും മറ്റെല്ലാം പൊങ്ങിയിരിക്കുന്നു. ബ്രഹ്മഘനം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് താന്നും മറ്റെല്ലാം പൊങ്ങിയിരിക്കുന്നു. അതെല്ലാം ദോഷമാണ്. അതാണ് അടുത്ത പാരഗ്രാഫിൽ എഴുതുന്നത്. ശ്വേനകം കോമ ശ്വമുഖം കോമ ബ്രഹ്മഘനം എന്നീ മൂന്ന് ശ്വേനകം ശ്വമുഖം ബ്രഹ്മഘനം എന്നീ മൂന്ന് ദോഷഹേതുക്കളായ അവസ്ഥകളും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ക്രമീകരണം വളരെ ശ്രേയസ്കരമാണ്. ഇത് മിക്കവാറും ഇപ്പൊ ഈ പറഞ്ഞ ഇത് വളരെ അങ്ങേയറ്റം നമുക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചൊരു 1 2 ആയിട്ട് അങ്ങനെ ഓരോ ഡിഫറൻസ് ഒരു 6 ഇഞ്ച് കൂടി 6 ഇഞ്ചസ് എങ്കിലും നമുക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു റിസോർട്ട് പോലത്തെ സ്ഥലത്തൊക്കെയാണ് കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ കുറെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ സ്റ്റെപ്സും ഒക്കെ വെച്ച് ആളുകൾക്ക് നടന്നു പോയൊക്കെ ചുറ്റും ഗാർഡൻ പോലെയൊക്കെ ഭംഗിയാക്കി അതൊക്കെ ഈ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പേർട്സ് അവർ ചെയ്യും അതൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു ഹൈറ്റിന്റെ ഇത് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പലയിടത്തും ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ ഞാൻ തന്നെ എൻ്റെ തന്നെ ബാംഗ്ലൂരൊക്കെ 2-3 ഇടത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങൾ അവിടെ ഉള്ളവർക്ക് നമ്മുടെ വീടിരിക്കുന്ന ഭൂമിയുടെ ഈ നിമ്നോന്നതി അല്ലെങ്കിൽ ഈ ഉയർച്ച താഴ്ച എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ്. അപ്പൊ അതിൽ ഗുണങ്ങൾ മാത്രമുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു നിമ്നോന്നതി നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയുള്ളിടത്ത് വീടോ അല്ലെങ്കിൽ റിസോർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശുപത്രിയോ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ബിൽഡിങ്ങിലും അവിടെ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് വളരെയധികം അങ്ങേയറ്റം ഗുണകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ദോഷങ്ങളൊന്നും ഇല്ലാതെ ഗുണകരമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ അങ്ങേയറ്റം പ്രയോജനകരമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനകരമായിട്ട് ചെയ്യാം. ഇത് കാര്യമൊന്നുമില്ല, ഈ നമ്മളെ കൂടുതലൊന്നും വേണ്ട. ഈ ഹൈറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ട് ഇത് ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പേർട്ട് അവർ പ്രത്യേകമാണ്, അവർ കൊടുത്തു കഴിഞ്ഞ് കാര്യവും പറയും. ഏറ്റവും കുറവ് അങ്ങനെ ആ ഡിഫറൻസ് എത്രയും കൂടുതൽ ആ ഡിഫറൻസ് കൊടുക്കാം അത്രയും അതിന്റെ ഗുണം കിട്ടും. അപ്പൊ അത് ആ ഭൂമി അനുസരിച്ചിരിക്കും. അല്ല എല്ലായിടത്തും നമുക്ക് ഒരുപോലെ ചിലയിടത്ത് ഒരടി പിന്നെ 1ഉം 2ഉം തമ്മിൽ 2 3 അടി വരെ വ്യത്യാസം കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ സാധനം കൊടുക്കാറില്ല. ചിലയിടത്ത് അത്രയും കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പൊ ചില ഭാഗത്ത് നിന്ന് മണ്ണ് വാരി മറ്റു ഭാഗത്തേക്ക് ഇടുക. അപ്പോൾ ഈ മണ്ണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്ത് മറ്റുള്ള ഭാഗത്ത് ഇടുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അവർ ചെയ്തു. പ്രാക്ടിക്കലായിട്ട് ചില ഇതൊക്കെ വരും. കാരണം 1ഉം 2ഉം ഒരുപാട് കുഴിഞ്ഞ് അതുവഴി പ്രവേശിക്കാൻ പിന്നെ പ്ലോട്ടിലേക്ക് കാറുകളൊക്കെ കയറുന്നതിനൊക്കെ അതൊക്കെ കുഴിഞ്ഞ് താന്നു വന്ന് മുകളിൽ കയറിയിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു കവറിങ് ഒക്കെ കൊടുക്കുക. അത് വളരെ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അറിയാവുന്ന കുറച്ച് നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ട് ആണെങ്കിൽ ഇത് നമ്മൾ കൊടുത്ത് കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ആ ഹൈറ്റിന്റെ പൊക്കം അതുപോലെ തന്നെ ഈ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വെള്ളമാക്കി ഒഴുകി വരുന്ന പോലെയൊക്കെ ചെയ്യാം. ഇങ്ങനെ ആ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് 2 സൈഡിൽ കൂടെ ആളുകൾ പോയി നടുക്കൂടി ഇങ്ങനെ ആ സ്റ്റെപ്പിൽ കൂടെ വെള്ളം ഇങ്ങനെ മോളിൽ താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ ഇതിൽ കൂടിയ സ്ഥലത്ത് മാത്രം വെള്ളം വെളിയിൽ കാണില്ല, അകത്തൂടെ ആയിരിക്കും പൈപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഇടയ്ക്ക് പൊങ്ങിയിരിക്കുമ്പോൾ വെള്ളം പൊങ്ങി വരില്ല. അപ്പൊ അതുകൊണ്ട് ഗ്രാവിറ്റി താഴ്ന്നു തന്നെ വെള്ളം പോകും. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഈസ്റ്റില് 3 5 ഇടയ്ക്ക് 6 വരുന്നത് പൊങ്ങി വരും. അപ്പൊ അതിന്റെ അടി കൂടെ പൈപ്പ് ഇട്ടുണ്ട്. അപ്പൊ അവിടെ മുകളിൽ കൂടെ വെള്ളം കാണില്ല, അടി കൂടെ ആയിരിക്കും.
ബാക്കിയുള്ളിടത്തെല്ലാം മോളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒഴി വരുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ട് ചെയ്യാൻ പറ്റും ഈ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്ന് എനിക്ക് കിട്ടിയുള്ളത് ഇനിയും കുറച്ച് പേരുടെ ജോയിൻ ചെയ്യാൻ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് കൂടുതലും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എനിക്ക് ഒന്നും കൂടി ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള സംശയം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത് അടുത്തുള്ള വരുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നോട്ട് അവർക്ക് ഗ്രൂപ്പിലിട്ട് കൊടുക്കുക. അതിന് ഇനി പുതുതായിട്ട് വരികയാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെ ആരെങ്കിലും ഇനി അടുത്ത ക്ലാസ്സിൽ, കാരണം ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇത് വരാൻ 2 അല്ലെങ്കിൽ 3 ക്ലാസ്, ഇപ്പോൾ ഇന്നത്തെ 2ാമത്തെ ക്ലാസ്സാണ്. ഇനി അടുത്തൊരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഇതിനകത്തുള്ള ആരൊക്കെയാണെന്ന് അറിയാം. എല്ലാവരും ഫീസും ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര പേര് ക്ലാസ്സിലുണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇതിപ്പോൾ എൻ്റെ ഇതുപോലെയാണ് നമ്മൾ ഇനി ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ ഒരുപാടുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഇതിന്റെ ബേസിക് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ബേസിക് ഞാൻ ഓടിച്ചു പറഞ്ഞു ആദ്യം. പക്ഷെ അത് ഡിപ്ലോമ കോഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ വീതി ലക്ഷണങ്ങളൊക്കെ കുറെ കൂടെ വിശദമായിട്ട് ഓരോന്നും കുറെ കൂടെ ഇതിപ്പം നമ്മളൊന്ന് ഓടിച്ചങ്ങ് പോയി, കാരണം അത് റിവിഷൻ ആയതുകൊണ്ടാണ്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് വീതി ഇത് പിന്നെ മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം എന്നൊക്കെ പറഞ്ഞുള്ള വിവിധ തരത്തിലുള്ള വലിപ്പം അനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥാനം കാണുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസിക് പഠിച്ച എല്ലാം ഇതിനകത്ത് ഇപ്പം ദേവതാ സങ്കല്പം, വൃക്ഷങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നെ ഡിപ്ലോമ കോഴ്സിൽ വളരെ വിശദമായിട്ട് എടുക്കും. ആ വൃക്ഷങ്ങൾ, ഏതൊക്കെ വൃക്ഷങ്ങൾ എവിടെയൊക്കെ ആകാം, ഏതൊക്കെ വൃക്ഷങ്ങൾ എവിടെയൊക്കെ ആകാൻ പാടില്ല, അതുപോലെ തന്നെ പിന്നെ ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്, ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നല്ല വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൃക്ഷമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ദേവതാ സങ്കല്പം, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറെ ബിഗിനിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബിഗിനിങ് ചാപ്റ്റേഴ്സിൽ ഈ ദേവതാ സങ്കല്പവും വൃക്ഷങ്ങളും ഒന്നും നമ്മൾ ഈ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തു പോയില്ല. അതിൻ്റെ ഓരോന്നിൻ്റെയും ഈ സന്ദർഭം വരുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നില്ലാതെ അത് പ്രത്യേകമായിട്ട് എടുക്കില്ല. പക്ഷേ ഈ കണക്കുകൾ വരുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. ഒരുപക്ഷെ പരമാവധി നീളം ഇപ്പം ഡിപ്ലോമ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ കൂടുതലുണ്ട്. ആ ഡിപ്ലോമ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അറിയാം, അതായത് പരമാവധി നീളം, പരമാവധി വീതി, ഉത്തമമായ നീളം, ഉത്തമമായ വീതി, ഒരു വീടിൻ്റെ ഒരു വാസ്തുമണ്ഡലത്തിൻ്റെ അളവുകളും വീടിൻ്റെ അളവുകളും, വീട് ആ വാസ്തുമണ്ഡലത്തിൽ ചരിവുണ്ടെങ്കിൽ എത്ര ഡിഗ്രി എങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചരിവ് എങ്ങോട്ടാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വീടിന്റെ സ്ഥാനം കാണാതൊക്കെ വേണം. വീടിന്റെ കറക്റ്റ് സ്ഥാനം കാണാൻ പറ്റും. ഇതിന്റെ ഡയറക്ഷൻ, ഏത് ദിശയിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആണ് വീടിന്റെ സ്ഥാനം കാണുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് സ്ഥാനം കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്യും. അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഒന്നുകൂടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് റിവൈസ് ചെയ്യും. പക്ഷെ ബേസിക് കോഴ്സ് ഡിപ്ലോമ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പോയില്ല. പക്ഷെ നല്ല റിവൈസ് ചെയ്യും. അപ്പോൾ ഈ ഇതിൽ നമുക്ക് സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 1.25 മണിക്കൂറേ ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്, ക്ലാസ് തുടങ്ങിയിട്ട്. ഇന്ന് പറയൂ, ചോദിക്കും. ഒരു സെക്കൻഡ്. അതായത് നിങ്ങൾ സംശയം ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും എടുത്ത് നിർത്തുകയാണ്. ഇത് ഇനിയുള്ളതൊക്കെ വേണം, ഡിവിഷൻ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഇത് നിർത്തും. അപ്പം നിർത്തുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ചോദിക്കുന്ന സംശയങ്ങൾ ഇന്ന് പഠിച്ച ഈ ലാൻഡ്സ്കേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാം. കാരണം നമ്മൾ പിന്നെ എന്ത് സംശയം നിങ്ങൾക്ക് വാസ്തുവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും അത് ചോദിക്കാം. ചോദിച്ചോളൂ. സാറേ, ഞാൻ ചങ്ങനാശ്ശേരി രതീഷാണ്. പറയൂ. നമ്മൾ ഇന്ന് പഠിച്ച ലാൻഡ്സ്കേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ 15 സെന്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്ന് പറഞ്ഞല്ലോ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ്. 15 സെന്റെങ്കിലും ഉണ്ടെങ്കിലേ ശരിക്കും ചെയ്യാനൊക്കെ ഉള്ളൂ. എത്ര ചെറിയ സെന്റിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 15 സെന്റുള്ള സ്ഥലത്ത് ചെയ്യുന്നതാണ് നല്ലത്. സാറേ, നമുക്കത് ഒരു വാസ്തുമണ്ഡലത്തില് നമ്മളൊരു വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അതിന്റെ അങ്കണം തിരിച്ചതിന് ശേഷം വെളിയിലുള്ള അങ്കണം ഉദ്ദേശിക്കുന്ന 4 കെട്ടാണോ ഉദ്ദേശിക്കുന്നത്? അതോ അല്ല സാറേ, അതിന് മിറ്റം കെട്ടുക എന്ന് പറയുമല്ലോ. വീടിന്റെ മുറ്റമായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, മിറ്റം കെട്ടിയതിന് ശേഷം വെളിയിലുള്ള അത് ശരിക്കും അങ്കണം എന്ന് പറഞ്ഞാൽ അതല്ല. അത് അങ്കണം അതിന് പറയില്ല. എന്നാലും ഓക്കെ, പറഞ്ഞോളൂ.
കാര്യം മനസ്സിലായി. മിറ്റം കെട്ടിയതിന് വെളിയിലുള്ള വാസമണ്ഡലത്തിന്റെ സ്ഥലമാണ് നമ്മൾ ഈ പൊക്കം അഡ്ജസ്റ്റ് ചെയ്ത് മണ്ണിട്ട് അതായത് വാസ്തുമണ്ഡലത്തിന് ഉള്ളില് വീടിന് വെളിയിലായിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് വേണമെന്നില്ല. അപ്പൊ വാസ്തുമണ്ഡലത്തിന് വെളിയിൽ വീടിന്റെ വെളിയിൽ വാസ്തുമണ്ഡലമായിട്ട് ചിലപ്പോൾ ഇപ്പം 10 അടി ദൂരം ഉണ്ടെന്നിരിക്കട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അല്ലെങ്കിൽ 5 മീറ്റർ ദൂരമുണ്ട്. ആ 5 മീറ്റർ ചെയ്യണമെന്നില്ല, അതിലൊരു 2-3 മീറ്റർ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒരു മുറ്റം പോലെ, ചുറ്റും ഒരു മുറ്റം പോലെ വിട്ടിട്ട് ഒരു അതിർത്തി ആ സ്ഥലത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് അത് അവിടുന്ന് വിടാം. ആ വിടുന്ന പക്ഷെ എപ്പോഴും നല്ലതൊരു എന്താ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരായിരിക്കും എത്രയും ഭംഗി അതിന്റെ ഭംഗിക്കൊക്കെ. ഇപ്പൊ ഈ ഗുണം നമ്മൾ പറയുന്ന ഇത് ഗുണങ്ങളെയാണ്, പക്ഷെ അതിന്റെ ഭംഗി അവർക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ബോധം ഉണ്ടാവും. അപ്പൊ എത്ര ഈ 1, 2, 3 ഒക്കെ നമ്മൾ എഴുതിയേക്കുന്ന അതിന് എത്ര വീതി വേണം, ഇപ്പൊ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് അതിന് എത്ര വീതി വേണം. അപ്പൊ അതൊക്കെ ആ പ്ലോട്ടിന്റെ വലിപ്പം അനുസരിച്ച് ഇപ്പൊ 15 സെന്റ് സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്ഥലം ഇതിന് വിടാൻ ഒക്കില്ല. അതേസമയം ഇപ്പൊ ഒരു 50 സെന്റ് സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ, 50 സെന്റ് സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ സ്ഥലം വിടാൻ പറ്റും ഈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എഫക്റ്റ് കൂടുതലാവും. എത്ര സ്ഥലം കൂടുതലെടുക്കുന്നോ അത്രയും അതുപോലെ ഹൈറ്റ് എത്രയും കൂട്ടുന്നോ അതിന്റെ ഗുണം ഉണ്ടാവും. അപ്പൊ അത് പറയും. നമ്മളിപ്പോ ഒരു ഷേപ്പ്ലെസ് ആയുള്ള ഭൂമിയാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു ചതുരം കണ്ട് ഒരു സ്ഥാനം കണ്ടതിന് ശേഷമാണല്ലോ നമ്മൾ വീട് നിർമ്മിക്കുന്നത്. അതെ. അപ്പൊ അതിന്റെ വെളിയിലോട്ടുള്ള സ്ഥലമാണ് നമ്മൾ ആ സ്ഥലമാണല്ലോ നമ്മൾ ഈ വെളിയിൽ തള്ളുന്ന ആ സ്ഥലമാണോ ഈ ഷേപ്പ് ആക്കി അല്ലെ നമ്മൾ ഈ മണ്ണിട്ട് ലെവൽ ചെയ്ത് അങ്ങനെ എടുക്കുന്നതാണ്? അതെ, അതായത് വെളിയിൽ തല്ലുന്നത് നമ്മുടെ വാസ്തുമണ്ഡലത്തിനകത്ത്. പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ തന്നെ ഈ പടം നിങ്ങൾ ആ ഫിഗർ നോക്കുക, ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന ആ ഫിഗർ നോക്കുക. അതിൽ ഏറ്റവും വെളിയിൽ കാണുന്നതാണ് വാസ്തുമണ്ഡലം. അതിനകത്തൊരു ചതുരം പോലെ വരുമല്ലേ ഇതിന് ഉള്ളിലുള്ള, അതൊരിക്കലും താഴാൻ പാടില്ല മണ്ണിനടിയിലോട്ട്. കാരണം സപ്പോസ് ആ ഉള്ളിലുള്ള നമ്മൾ കല്ല് വല്ലതും വെച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരടി കൂടുതൽ താഴ്ച എടുക്കുകയാണെങ്കിൽ അത് വാസ്തുമണ്ഡലത്തിൽ അതിർത്തിയായിട്ട് എടുക്കും. അപ്പൊ ഈ 1, 2, 3 ഒക്കെ വാസ്തുമണ്ഡലത്തിൽ അതിർത്തിക്ക് വെളിയിൽ പോകും. അപ്പൊ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അകത്ത് വയ്ക്കുന്നത് അത് താക്കാൻ പാടില്ല. മാക്സിമം ഒരു അരയടി കൂടുതലൊന്നും താക്കരുത്. അത് അങ്ങനെ അത് പിന്നെ കൂടുതൽ താക്കാതെ ചെയ്യണം. കാരണം താത്തു കഴിഞ്ഞാൽ വാസ്തുമണ്ഡലത്തിൽ അതിർത്തി ഒരടി കൂടുതൽ താത്തിട്ടുണ്ടെങ്കിൽ അത് വാസ്തുമണ്ഡലത്തിൽ അതിർത്തിയായിട്ട് എടുക്കും. അങ്ങനെ വരുമ്പോൾ അതിർത്തിക്ക് വെളിയിലായി പോകും മറ്റേതൊക്കെ. അപ്പൊ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഈ വാസ്തുവിനെ പറ്റി അറിയാത്തവരായിരിക്കും ചിലപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കും, ഇത് അകത്ത് വരുന്ന ആ പാർട്ടീഷൻ വരുന്നത് അധികം താഴ്ത്താതെ ചെയ്യണം. അപ്പൊ അത് ഒരു അരയടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു അരയടി മാത്രമേ താഴുള്ളൂ. അരയടി താഴ്ത്താൻ സാരമില്ല. ഒരടിയോ അതിൽ കൂടുതൽ വന്നാലേ ശരിക്കും അതിന്റെ, അതായത് അതിർത്തിയുടെ അകത്തും പുറത്തും തമ്മിലുള്ള ലെവൽ വ്യത്യാസം ഒരടിയെങ്കിലും തമ്മി തൊടാതിരിക്കണം. മണ്ണ് അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മി തൊടാതെ ഒരു ഒരടി പൊക്കമെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വാസ്തുമണ്ഡലമായിട്ട് എടുക്കുകയുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത്, ഒരടി വരാൻ പാടില്ല. ഈ ഏറ്റവും വെളിയിലത്തെ ആകാം, ഏറ്റവും വെളിയിലത്തെ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയാണ്. അത് നമുക്ക് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് എടുക്കാം, മതിൽ കെട്ടി പൊക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അകത്ത് വരുന്ന അതിർത്തി ഒരു മാക്സിമം ഒരു അരയടി കൂടുതലൊന്നും പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക്സ്. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയം? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് അടുത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാം. അതിനാൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വീട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുമായിട്ട് വരിക. കാരണം നിങ്ങൾ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ആ സംശയത്തിന് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിരിക്കും. അത് സംശയം ചോദിച്ചാൽ നിങ്ങളുടെ മാത്രം പ്രയോജനമല്ല, അത് കേൾക്കുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സംശയങ്ങളുമായിട്ട് വരിക. കാരണം ഈ സംശയം ഇല്ലാതിരിക്കുന്നല്ല, സംശയം ഉള്ളതാണ് എപ്പോഴും. തെറ്റ് വന്നോട്ടെ, തെറ്റൊക്കെ വരും. നമ്മൾ പഠിക്കുമ്പോൾ പറയൂ, ആരാണ് പേരൂടെ പറയും. എന്റെ പേര് രമേഷ് കുമാർ, കണ്ണൂരാണ്. ഓക്കെ സർ, എന്റെ വീടിന്റെ മുഖം വടക്കോട്ടാണ്. അപ്പൊ കിഴക്ക് ഭാഗത്തെ അടുക്കള ഭാഗത്ത് ഒരു മുറ്റം നിർമ്മിക്കണം എന്നുണ്ട്. അതിന് അളവ് നോക്കേണ്ടതുണ്ടോ? അടുക്കള ഭാഗത്ത് മുറ്റം എന്ന് ഉദ്ദേശിച്ചത് വീടിന് വെളിയില് കോമ്പൗണ്ട് വാളിനകത്തായിട്ടുള്ളതല്ലേ ഉദ്ദേശിച്ചത്? അതെ സാർ. അതപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ സ്ഥാനം നോക്കും, വീടിന്റെ സ്ഥാനം നോക്കുമ്പോൾ വീട് കിഴക്ക് വടക്കോട്ട് ഫേസ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അതെ അതെ. വീട് വടക്കോട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ വാസ്തു മണ്ഡലത്തിന്റെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിരിക്കണം വീട്. അതായത് കിഴക്കുവശത്തുള്ള ആ വീടും കോമ്പൗണ്ട് വാളുമായിട്ട് കിഴക്കുവശത്തുള്ള ഓഫ്സെറ്റിനേക്കാൾ കുറവായിരിക്കണം പടിഞ്ഞാറ് വശത്ത്, വടക്കുവശത്തുള്ള ഓഫ്സെറ്റിനേക്കാൾ കുറവായിരിക്കണം തെക്ക് വശത്ത്. അങ്ങനെ വന്നാല് തെക്ക് പടിഞ്ഞാറോട്ട് മാറി വീട്, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കില്ല, തെക്ക് പടിഞ്ഞാറോട്ട് മാറി വീട് വരുള്ളൂ. അപ്പൊ വീട് വസ്തുവിന്റെ അല്ലെങ്കിൽ വാസ്തു മണ്ഡലത്തിൽ തെക്ക് പടിഞ്ഞാറ് വരത്തക്കോണം, പ്രത്യേകിച്ചും വടക്കോട്ടും കിഴക്കോട്ടും ഫേസ് ചെയ്യുന്ന വീടുകൾ തെക്ക് പടിഞ്ഞാറ് തന്നെ ആയിരിക്കണം. ഇപ്പൊ നിലവിൽ താമസിക്കുന്ന വീടാണ് സാർ. അത് തന്നെ. അപ്പൊ അല്ലെങ്കിൽ അതുപോലെ വാസ്തുമണ്ഡലം റെഡിയാകും. ചിലപ്പോൾ വാസ്തുമണ്ഡലത്തിന്റെ നമ്മൾ സ്ഥാനദോഷം ഉണ്ടെങ്കിൽ അത് വാസ്തുമണ്ഡലം കറക്റ്റായിട്ട് കെട്ടി സ്ഥാനദോഷം മാറ്റാൻ പറ്റും.
സ്ഥാനദോഷം ഉണ്ടോ നമ്മൾ നോക്കിയിട്ട് തെക്ക് പടിഞ്ഞാറോട്ടാണ് മാറിയിരിക്കുന്നതെങ്കിൽ സ്ഥാനദോഷം ഇല്ല. വേറെ ഏതെങ്കിലും തെക്ക് കിഴക്കോട്ടോ വടക്ക് പടിഞ്ഞാറോ, കാരണം തെക്ക് കിഴക്ക് അഗ്നിമൂലയുടെ ഭാഗത്തോട്ടോ വടക്ക് പടിഞ്ഞാറ് വായുവിയുടെ ഭാഗത്തോട്ടോ വീട് വരാൻ പാടില്ല, ദോഷമാണ്, എങ്ങോട്ട് ഫേസ് ചെയ്യുന്നതാണെങ്കിലും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് വീടുള്ളത്. തെക്ക് പടിഞ്ഞാറോട്ടാണ് മാറി നിൽക്കുന്നതെങ്കിൽ നല്ലതാണ്, അതാണ് വേണ്ടത്. അപ്പൊ മുറ്റത്തിന് അളവ് കൊടുക്കണോ? യോനി നോക്കേണ്ടതുണ്ടോ അതിന്? വീടിന് അളവ് നോക്കണം, മറ്റേ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിക്കും അളവ് അത് യോനിയായി. അതായത് നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാവുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ ഇത് അത് നമ്മൾ പഠിക്കും, ഞാൻ കൂടുതലായിട്ട് പഠിക്കും. നല്ല പറയുകയാണ് സിംഹയോനിയാണ് ഏറ്റവും നല്ലത്. സിംഹയോനി എന്താണെന്നൊക്കെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചതാണ്, ഡിപ്ലോമ കോഴ്സിൽ ഉള്ളതാണ്. സിംഹയോനിയാണ് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടിന് ഏറ്റവും നല്ലത്, സിംഹയോനിയാണ്. ധ്വജയോനി ആകാം, സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവുമാണ് വടക്കോട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ വീടിനും അതായിരിക്കണം. അത് വീടിന് ധ്വജയോനിയാകാം, പിന്നെ വാസ്തുമണ്ഡലത്തിന് സിംഹയോനിയാകാം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യോനി അല്ലാതെ മറ്റു യോനി ഒന്നും പാടില്ല എന്നാണ്. വീടിനും പാടില്ല, വാസ്തുമണ്ഡലത്തിനും പാടില്ല. ക്ലിയറായോ? ഓക്കെ സാറേ, ഞാൻ എന്റെ സംശയം സാറേ, നമ്മളിപ്പോ മുറ്റം കളം എന്ന് പറഞ്ഞിട്ട് മുറ്റം തിരിക്കുമല്ലോ ഇങ്ങനെ, നമ്മൾ വടക്ക് ഭാഗത്ത് വീടിന് മുന്നിൽ വാസ്തുമണ്ഡലത്തിനും വീടിന്റെ ഭിത്തിയുടെയും വാസ്തുമണ്ഡലത്തിന്റെ ആ കോമ്പൗണ്ട് വാളിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് മുറ്റം ഉദ്ദേശിക്കുന്നത് അല്ലേ? കോമ്പൗണ്ട് വാളിന് അടുത്ത് വരുന്നില്ല, നമ്മളെ മുറ്റത്ത് ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഒരു തുമ്പ് പോലെ കെട്ടി ഒരു വരി കെട്ടിയിട്ട് മുറ്റാക്കുന്നില്ലേ? അല്ല, നമുക്ക് മുറ്റം നമ്മളെ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയാണെങ്കിൽ മിനിമം ഒരടിയോ അതിൽ കൂടുതലോ താഴ്ചയെന്ന് കെട്ടണം. നമ്മൾ കുഴിയെടുക്കുമ്പോൾ ഒരടി കൂടുതൽ താഴ്ച എടുത്തിട്ട് അവിടുന്ന് കെട്ടി വരണം. മിനിമം ഒരടിയെങ്കിലും താഴ്ച, ഒരടിയോ അതിൽ കൂടുതൽ താഴ്ച വന്നാലേ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കുകയുള്ളൂ. അത് ഈ കുറവാണെങ്കിൽ അതിർത്തി നമുക്ക് എന്ത് വേണം ചെയ്യാം, അതിനകത്ത് നമുക്ക് നൃത്തത്തോടെ ഭംഗിയായിട്ട് ഇപ്പൊ ചെടി വെക്കാനോ അതിനൊക്കെ ചെയ്യാം. പക്ഷെ താഴ്ച ഒരടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതായിരിക്കും വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കുക. മനസ്സിലായല്ലോ? അത് നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സംശയം ചോദിക്കുന്നത് നിങ്ങൾ ഏറ്റവും പ്രയോജനപ്പെടുത്തണം. കാരണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കി എവിടെന്നെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്, പ്രത്യേകിച്ച് എനിക്കും നല്ലതാണ്. സംശയമൊന്നും ഇല്ലാന്ന്, വേറെ ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് ഇരിക്കുന്നു. അല്ലെങ്കിൽ കാരണം ഇന്ന് നമ്മളെ ആരും കൂടുതൽ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞു, 9:20 കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇന്ന് നിർത്തുകയാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം തന്നെ വളരെ താമസിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ തീരെ ചെറിയ സ്ഥലത്തൊന്നും നോക്കില്ല, കുറച്ചൊരു 15 സെന്റ് അതിൽ കൂടുതലൊക്കെ ഉള്ള വീട് വെക്കുകയാണെങ്കിൽ വളരെയധികം വീട്ടിൽ താമസിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്തെങ്കിലും ചോദിച്ചാൽ എന്തൊരു ശബ്ദം കേട്ടു. ഈ യമവീതി എന്ന് പറയുന്നത് പേരൊന്ന് പറഞ്ഞിട്ട് അഖിലേഷ് പറയൂ. നോർത്ത് വെസ്റ്റിന്ന് ഈസ്റ്റ് സൗത്ത് വെസ്റ്റിലേക്ക് ഉള്ള മുകൾ വരുന്നുണ്ടല്ലോ. നോർത്ത് വെസ്റ്റ് തെക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന വീതിയും തെക്ക് കിഴക്ക് താന്നു. അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തെക്ക് കിഴക്ക് താന്നും വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിന് അഗ്നിവീതി എന്ന് പറയും. അഗ്നിവീതി തെക്ക് കിഴക്ക് അഗ്നിമൂലയുടെ ശ്രദ്ധിക്കുക, തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താന്നും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വായുമൂല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയുള്ള ഭൂമിക്കാണ് അഗ്നിവീതി. അഗ്നിവീതിക്ക് 12 വർഷം വരെ അപൂർത്തി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ തെക്ക് കിഴക്ക് താന്നിരിക്കുകയാണെങ്കിൽ പിന്നെ 10 വർഷം അപൂർത്തി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ധനനാശം ഉണ്ടാകുന്നതാണ് അതിന്റെ റിസൾട്ട് പറയുന്നത്. സംശയം എന്താണ്? അല്ല, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നാണ് ചോദ്യം. വേറെ ചിലപ്പോൾ വേറെ വല്ല ബുക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫോളോ ചെയ്യുന്നത് മനുഷ്യാലേന്ദ്രിയ, മയമതം, മാനസാല, ബൃഹസംഹിത. ഇതിൽ മനുഷ്യാലേന്ദ്രിയയിലാണ് ഈ ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ ഞാൻ മിക്കവാറും കൂടുതലും മനുഷ്യാലേന്ദ്രിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അല്ലാതെ ചില കാര്യങ്ങൾക്കൊക്കെ മറ്റേത് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യാലേന്ദ്രിയ കിടക്കുന്ന പേര് ഇതാണ്, അഗ്നിവീതി. ഇതിന് അഗ്നിവീതി എന്നാണ് പറയുന്നത്. വേറെയൊക്കെ ചില ബുക്കുകൾ ചിലപ്പോൾ മാറി ഉണ്ടായെന്ന് വരാം. എനിക്കതിനെ പറ്റി, കാരണം എല്ലാ പുസ്തകങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഒക്കില്ല. ഒരുപാട് ഒന്നാമത് പലത് സംസ്കൃതമാണ്. അപ്പൊ അത് പഠിച്ച് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഉള്ള
അതുകൊണ്ട് പിന്നെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചില്ല, അപ്പൊ എനിക്ക് വൈഷ്ണവ വീതി എന്നുള്ളൊരു ഇത് വന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചോദിച്ചത്. ചിലപ്പോൾ ആയിരിക്കാം ഏതെങ്കിലും. അപ്പൊ ആ വൈഷ്ണവ എന്നുള്ള ഏത് ബുക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീതിയുടെ പേരുകളെ കിടന്ന മനുഷ്യാലയന്ത്രിയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ വാസ്തുവിദ്യാ ഗുരുവിൽ ആറന്മുള അവരുടെ പബ്ലിഷ് ചെയ്ത പുസ്തകമുണ്ട് അതിൽ ഇതേ പേരുകൾ തന്നെയാണ്. ഒരു മനുഷ്യാലയന്ത്രിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്, ഇതേ പേരുകൾ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും വേറെ സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് 9:06 ഇന്ന് ക്ലാസ് കുറച്ച് നേരത്തെ നിർത്തി. പക്ഷെ നാളെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പിന്നെ 2 മണി അല്ല 1.25 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. ഒരു കഴിയുന്ന ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് സംശയങ്ങൾ ചോദിക്കും. ഒരു 1.25 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. അത് പിന്നെ നമ്മുടെ ഡയറക്ടറാണ് അത് പറയുന്നത്, എനിക്ക് അതിന്റെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ഗ്രൂപ്പിലിടും. അത് എന്നാണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ അറിഞ്ഞുകൂടാ. അത് ഗ്രൂപ്പിലെ മറ്റേ TP ലാൽ ഡയറക്ടർ, ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ഡയറക്ടറാണ് TP ലാൽ. അദ്ദേഹമാണ് ഈ ക്ലാസ് എന്നൊക്കെയാണ് അതൊക്കെ നിശ്ചയിക്കുന്നത്. അത് ഗ്രൂപ്പിൽ ഇന്നത്തെ ഗ്രൂപ്പിലിട്ടതുപോലെ ഇടും. അപ്പൊ മറ്റൊന്നും സംശയമില്ലാന്ന് വിചാരിക്കുന്നു. നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം.